വളരെ ആദിപുരാതന കാലത്ത്, അതായത് ഇപ്പൊ 96-ലെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ വായിച്ചു കേൾപ്പിച്ചു. 2011-ലെ ശ്രീരാമകൃഷ്ണന്റെ പ്രസ്താവന വായിച്ചു കേൾപ്പിച്ചു. അദ്ദേഹം അത് നേർക്കുനേരെ നിഷേധിച്ചില്ല വസീഫ്, പക്ഷെ അദ്ദേഹം സ്കിപ്പ് ചെയ്തു. ഇനി ആദിപുരാതന കാലത്തെ കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാം. ഇത്തവണ CPM-ന് ഒരു MP ഉണ്ടായി, രാജസ്ഥാനിൽ നിന്നാണ്. സഖാവ് അമ്രാറാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ സ്മൃതിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിൽ വസീഫിന്റെ ഫോൺ നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ്. താങ്കൾ അതൊന്നും വേണമെങ്കിൽ അദ്ദേഹത്തോട് ഷെയർ ചെയ്തോളൂ. അതിന്റെ കൂടെ തന്നെ താടി വെച്ച ഒരാളിന്റെ ഫോട്ടോയും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാജസ്ഥാനിലെ അമീറാണ്, മൗലാന നിസാമുദ്ദീൻ എന്ന മറ്റുമാണ് പേര്. ഇനി ഇവർ രണ്ടുപേരും ഇരിക്കുന്ന ഒരു ചിത്രവും ഞാൻ അയച്ചിട്ടുണ്ട്. അവരാ നിൽക്കുന്നത് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. രാജസ്ഥാനിൽ സ്ഥാനാർത്ഥിയായപ്പോ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ട് മാസങ്ങൾക്ക് മുൻപ് CPM രാജസ്ഥാനിൽ വാങ്ങിയിട്ടുണ്ട്. മറ്റൊരു കാര്യം ചേർത്ത് വായിക്കേണ്ടത്, ഈ മുരത്ത ഭീകരവാദികളുടെ വോട്ട് വാങ്ങി ഡൽഹിക്ക് പോയ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രചരണം നടത്തിയിട്ടാണ് രാജസ്ഥാനിൽ ആ സ്ഥാനാർത്ഥി വിജയിച്ചു വന്നത്. ഇവിടെ സഖാവ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന് 2 ദിവസം കഴിഞ്ഞപ്പോ, കേരളത്തിലെ പോളിംഗ് കഴിഞ്ഞപ്പോ വീടും പൂട്ടി അടുക്കളയും പൂട്ടി വിദേശത്ത് ടൂർ പോയ ആളാണ്. രാജസ്ഥാനിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഈ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി അടക്കം വോട്ട് ചോദിച്ചത് ഈ കേരളത്തിലെ ഭീകരവാദികളുടെ വോട്ട് വാങ്ങിയെന്ന് നിങ്ങൾ അപഹസിക്കുന്ന രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുമാണ്. തീർന്നില്ല. 2019 ഈ വയനാട് നിന്ന് ഒരുപാട് ദൂരെയല്ലല്ലോ കോയമ്പത്തൂര്, ഒരു 100 കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി. അവിടെ മത്സരിച്ച CPM-ന്റെ സ്ഥാനാർത്ഥി VT നടരാജൻ, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ ഇരിക്കുന്ന ഒരു ചിത്രം കൂടി ഞാൻ അയച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഒരു മണ്ഡലത്തിൽ വെൽഫെയർ പാർട്ടി ഒറ്റൊരു മിനിറ്റ് കൂടി ലോക്സഭ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടില്ല. അവിടെ DMK നേതൃത്വത്തിലുള്ള മുന്നണിയാണ് അവർ പിന്തുണച്ചത്. ഞങ്ങൾക്കും വോട്ട് കിട്ടിയിട്ടുണ്ട്, ഇവർക്കും വോട്ടിട്ടുണ്ട്. 2024 കഥ പറപ്പൂർ, ഇവിടെ എത്ര ആവർത്തിച്ചിട്ടും നിഷേധിക്കാണല്ലോ. ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം, 19 സീറ്റാണ് അവിടെ ആകെ ഉള്ളത്. ഈ CPM-ന് ആകെ 3 ഉണ്ടായിരുന്നുള്ളൂ. ഒരു സാമ്പാർ മുന്നണി ഉണ്ടാവാണ്. അതിൽ CPM ഉണ്ട്, SDPI ഉണ്ട്, വെൽഫെയർ പാർട്ടി ഉണ്ട്, കോൺഗ്രസിന്റെ ചില റിബലുകളുണ്ട്. അങ്ങനെ ഇവര് 11 തികച്ചു. കാലടി ബഷീർ എന്ന് പറയുന്ന CPM നേതാവ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് വർഷങ്ങളോളം തുടർന്നു. അഡ്വക്കേറ്റ് ഷെയ്ബുൻ നിസ SDPI നേതാവ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. എന്ന് വെച്ചാൽ ഇവര് ഒരു കാലത്ത് ഒരു സാമ്പാർ ഉണ്ടാക്കി മലപ്പുറത്ത്, ഒരു ലീഗ് വിരുദ്ധ സാമ്പാർ. അതിലെ വെണ്ടയ്ക്കായിരുന്നു വെൽഫെയർ പാർട്ടി, അതിലെ മുരിങ്ങയ്ക്കായിരുന്നു SDPI, അതിലെ വലിയൊരു ഉരുളക്കിഴങ്ങായിട്ട് തിളച്ചു മറിഞ്ഞത് CPM ആണ്. ഇപ്പോ വോട്ട് കിട്ടാത്ത ഒറ്റ കാര്യം, ഇതൊക്കെ സംഘപരിവാർ ഉത്തരേന്ത്യയിൽ ആഘോഷിക്കുന്നത്. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പോലും കേരളത്തിലെ തീവ്രവാദ സാന്നിധ്യത്തെക്കുറിച്ചും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വോട്ട് ബാങ്കിൽ അവർക്കുള്ള സാന്നിധ്യത്തെക്കുറിച്ചും പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞോ എന്ന് ഉത്തരേന്ത്യയിലെ സംഘപരിവാറുകാർ ഇത് ആഘോഷിക്കുന്നത്, ആക്രോശിക്കുന്നത് CPM-ന് തിരിച്ചറിയാൻ കഴിയട്ടെ എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് സ്മൃതി.